നമസ്കാരം. അജിംസും ദാവൂദിനും ചർച്ച ചെയ്യാൻ വേറെ ഒന്നും കിട്ടിയില്ല. ദേ കണ്ടില്ലേ, അർജന്റീന ഫാൻസ് ഇസ്രയേൽ അനുകൂലിയോ? യവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇരുട്ടുമുറിയിൽ വളഞ്ഞിരുന്ന് എവിടെയും കൊണ്ടുവന്ന് മതവിഷം കലക്കുക. ബാക്കിയുള്ള എല്ലായിടത്തും കലക്കി കഴിഞ്ഞു. ഇനി കലക്കാനുള്ളത് നോക്കിയപ്പോൾ നാട്ടുകാരെല്ലാം ജാതി മറന്ന്, മതം മറന്ന്, സ്വത്വം മറന്ന്, രാജ്യ അതിർത്തികൾ മറന്ന്, പരസ്പര വിദ്വേഷം മറന്ന് ഫുട്ബോൾ എന്ന വികാരത്തിന് പിന്നിൽ അണിനിരക്കുകയാണ്. അത് ഈ മതയോളികളടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാര്യം ഇന്ന് വരെ ഗ്രൗണ്ട് കണ്ടിട്ടില്ലല്ലോ. ഫുൾ ടൈം മതപഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ആരാധനാലയത്തിനകത്ത് മാത്രം കിടന്നവന്മാർക്ക് ഈ ഫുട്ബോൾ വികാരം അല്ലെങ്കിൽ രാജ്യാതിർത്തികളില്ലാത്ത, ഇന്ത്യ പോലും കോമ്പറ്റീറ്റ് ചെയ്യാത്ത ഒരു വലിയ മത്സരത്തിൽ പലതരം രാജ്യത്തിൻ്റെ ഇഷ്ട താരങ്ങൾക്ക് വേണ്ടി അവർ ആർപ്പുവിളി ഉണ്ടാക്കുമ്പോൾ അത് കണ്ടപ്പോൾ അങ്ങോട്ട് സൂയിക്കല്ല, വളഞ്ഞിരുന്ന് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് മതം കലക്കി വിട്ടുകൊടുക്കുകയാണ്. അവിടെയും കൊണ്ടുവന്ന് പലസ്തീനെ കുത്തിത്തിരികയാണ്. ഈ ഒരു രീതി ഇതൊരു മനോരോഗമാണ്. ഈ മതം തലയ്ക്ക് പിടിച്ചവന്മാരുടെ മനോരോഗം. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുവന്ന് പലസ്തീൻ്റെ വികാരം കുത്തിക്കയറ്റിക്കൊണ്ട് മതം അവിടെ നിങ്ങൾ ചർച്ചയാക്കണം, മതത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ രാജ്യത്തോടൊരു വിദ്വേഷം ഉണ്ടാകണമെന്ന തരത്തിലൊക്കെ യവനൊക്കെ ഇരുന്ന് ഒരു ചാനൽ എന്ന പേരിൽ അതിനകത്ത് വളഞ്ഞിരുന്ന് ഇമാതിരി അലവലാതിത്തരം നാട്ടുകാരോട് വിളിച്ചു പറയുമ്പോൾ ഇവൻ്റെയൊക്കെ പണി എന്താണ്? ഇവന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ കാര്യത്തിലും പരസ്പരം മതം തിരഞ്ഞ് മനുഷ്യർ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തണമോ? ഈ മെസ്സി എന്നുള്ള പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയുന്ന രാജ്യം ടെലിവിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ നാട്ടിൽ ആരാധകരുണ്ടായിരുന്നവരാണ്. അവരുടെ കളി കാണാനും അവരുടെ വിവരങ്ങൾ അറിയാനും വാർത്തകൾ അന്ന് പത്രങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ വായിക്കാൻ വരെ കാത്തിരുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ അർജന്റീന അവരുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. അത്രേ ഏവരെ പോലുള്ളവനൊക്കെ ഈ സമൂഹത്തിന് എന്താണ് സമ്മാനിക്കുന്നത്? മനുഷ്യർക്കിടയിലേക്ക് മതം ഇങ്ങനെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം കുത്തി നിറച്ച് അവനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ, ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് മതവികാരം തലയ്ക്ക് കയറി ഈ തീവ്രവാദ സ്വഭാവമുള്ളവരായി മാറുന്നത്. എന്ത് കണ്ടാലും അതിലുടനെ മതം തിരയണം. ആ മതം തിരഞ്ഞുകൊണ്ട് മനുഷ്യരെ പരസ്പരം, അതായത് ഇനി അർജന്റീനക്കാർ ഇസ്രായേൽ അനുകൂലികളാണ്, അവർ ക്രിസ്ത്യാനികളാണ്, അവരുടെ ജാതിയും മതവും നമ്മൾ നോക്കണം. എന്ത് തരം അലവലാതിത്തരമാണ് ഇതൊക്കെയാണോ ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തനം? ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർ അവർ എങ്ങനെയൊക്കെ മാനസികമായിട്ട് പരസ്പര വിദ്വേഷമില്ലാതെ അവർ ആഘോഷിക്കുന്നു, അത് കണ്ട ഈ പറയുന്ന മതം തലയ്ക്ക് പിടിച്ചവന് സഹിക്കില്ല. അവിടങ്ങളിലെല്ലാം പോയി മതവിഷം കലക്കി മനുഷ്യരുടെ ഉള്ളിലേക്ക് അത്തരം വികാരങ്ങൾ, കായിക വികാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബാക്കിയുള്ള സകലതും റദ്ദാക്കി സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ള ഒരു വികാരത്തിലേക്ക് മനുഷ്യൻ അത് ഏറ്റെടുത്തുകൊണ്ട് അവർ അത് ആഘോഷിക്കുകയും ബാക്കിയെല്ലാം മറന്ന് നമ്മുടെ രാജ്യമല്ലാതെ ഇരുന്നിട്ട് കൂടിയും മറ്റൊരു രാജ്യത്തിനു വേണ്ടി മുറവിളി ഉയർത്തുന്നത് കാണുമ്പോൾ സഹിക്കണില്ല. നിങ്ങൾ അവിടെ പോയി പലസ്തീൻ്റെ കാര്യം ആലോചിക്കൂ. അർജന്റീനൻ പ്രസിഡന്റ് അവിടെ പോയിട്ടുണ്ട്. എന്തൊരു ഊളകളാണ്! ഇവിടെ ബ്രസീലിനെ ആരാധിക്കുന്നതും പോർച്ചുഗലിനെ ആരാധിക്കുന്നതും ഫ്രാൻസിനെ ആരാധിക്കുന്നതും ഇറ്റലിയെ ആരാധിക്കുന്നതും ഒക്കെ അവരുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് എവിടെ പോകുന്നു, പ്രധാനമന്ത്രി എവിടെ പോകുന്നു നോക്കിയിട്ടല്ല, അതിലെ താരങ്ങളുടെ കളിമികവ് കണ്ടിട്ടും അവരുടെ സ്കില്ലുകൾ കണ്ടിട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ആ വ്യക്തികളെ ഇഷ്ടപ്പെടുകയാണ്. അത് കണ്ടിട്ട് ഇങ്ങനെയുള്ള ഊളത്തരം പറയണമെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമോ വേണ്ടയോ? സമൂഹം ചിന്തിക്കേണ്ടതാണ്. എല്ലായിടത്തും കൊണ്ടുവന്ന് മതവിഷം കലർത്തി മനുഷ്യർക്കിടയിലേക്ക് പരസ്പര വിദ്വേഷത്തിന്റെ വിത്ത് പാകുന്ന ഇത്തരക്കാർ, ഇവർ സംഘപരിവാറിന്റെ ജനൻ ടി വി പോലെ തന്നെയാണ് മീഡിയ വൺ എന്ന് പറയുന്ന മൗദൂദി ചാനലും ഏറ്റവും സമൂഹത്തിന് അപകടകരമാണെന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ടാണ്.